മത്സര പരീക്ഷകൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നമ്മൾ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതല്ല എങ്കിൽ പ്രവർത്തനം നമ്മുടെ അർദ്ധ മനസ്സോടെ ആവുകയും നമ്മുടെ മുഴുവൻ കഴിവും നമുക്ക് പുറത്തെടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചുള്ള യാതൊരുവിധ പേടിയുമില്ലാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അവിടെ നിങ്ങൾ മറ്റുള്ള ചിന്തകളൊന്നും വേണ്ട. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, കിട്ടുമോ കിട്ടില്ലയോ എന്ന് അവർ ചിന്തിക്കുമോ, അങ്ങനെയുള്ള ഒരു ചിന്തയും നമുക്ക് അവിടെ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ കഴിവുകളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, സാമൂഹിക സാഹചര്യം, വിദ്യാഭ്യാസ യോഗ്യതകൾ ഇതൊന്നും തന്നെ ഒരാളുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത്. നമ്മളൊരു യുണീക്ക് പീസ് ആണെന്ന് ചിന്തിച്ചുകൊണ്ട് ധൈര്യസമേതം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, മുൻഗണനകൾ. നമ്മൾ ഓരോ കാലഘട്ടത്തിലും കൊടുക്കുന്ന പ്രയോറിറ്റീസ് അത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തിനാണോ അതിനനുയോജ്യമായ രീതിയിൽ മാറ്റി ക്രമീകരിക്കാനുള്ളതാണ്. അതൊരിക്കലും ഒരു നെഗറ്റീവ് കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നവർ തന്നെയാണ് എന്നും ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. അഭിമാനബോധം അതെന്താണെന്നുള്ള തിരിച്ചറിവ്, അതാണ് അടുത്ത കാര്യം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിയ ഒരു ആൾട്ടോ കാർ പോകുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും ഒരു അന്യൻ്റെ റോൾസ് റോയ്സ് പോകുമ്പോൾ കിട്ടില്ല. ആ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുണ്ടാവണമെങ്കിൽ നമുക്ക് സ്വന്തമായി അധ്വാനിച്ച് കാശ് കിട്ടുകയും ആ പണം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ശീലിക്കുകയും ചെയ്യണം. അത് തുടക്കത്തിലേ ചെയ്തു വരിക. ഓക്കെ, അടുത്തൊരു കാര്യം, അവഗണനകളെ, കുറ്റപ്പെടുത്തലുകളെ അതിനെയൊക്കെ അർഹിക്കുന്ന ഒരു അവജ്ഞയോടുകൂടി നമ്മൾ തള്ളി മാറ്റി വെക്കുക. എന്നിട്ടോ അതൊക്കെ മധുര പ്രതികാരത്തിനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. നമ്മുടെ പ്രതികാരം അതെന്താണ്? നമ്മുടെ വിജയമാണ്. അതാണ് മധുര പ്രതികാരം എന്ന് പറയുന്നത്. അടുത്ത കാര്യം, പ്ലാൻ ബിയെ കുറിച്ചുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അത് നമ്മുടെ പ്ലാൻ എയിലുള്ള താല്പര്യവും പ്രവർത്തന ശേഷിയൊക്കെ കുറച്ച് കളയും. അതുകൊണ്ട് മറ്റൊരു പ്ലാൻ എ നമുക്കില്ല. ഓക്കെ, മറ്റൊരു പ്രധാന കാര്യം, വിജയിച്ചവരിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ പ്രായോഗികമായ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. ഒരാൾ വിജയിച്ചവനാണ് എന്നുള്ളത് കൊണ്ട് അയാൾ നടപ്പിലാക്കിയ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. സ്വീകരിച്ചാൽ നമുക്കത് വിജയിച്ച് കാണിക്കാനും പറ്റണമെന്നില്ല. ഓക്കെ, അടുത്ത കാര്യം, ദൃഢനിശ്ചയത്തോടെ നിലനിൽക്കാനും ക്ഷമയോടെ പ്രവർത്തിക്കാനും കഴിയുക എന്നുള്ളതാണ്. കാരണം കുറച്ച് കാലത്തെ ഒരു പരിശ്രമം ആവശ്യമായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷമയോടെയുള്ള പ്രവർത്തനം നിർബന്ധമാണ്. ഇനി ഏറ്റവും പ്രധാന കാര്യം, മാർഗത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ നേട്ടങ്ങളിൽ പോലും നമ്മൾ വലിയ രീതിയിൽ, വളരെ വലിയ രീതിയിൽ ആനന്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിനിടയിൽ നിങ്ങൾ പല മോഡൽ എക്സാമുകൾ എഴുതും അല്ലേ, നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമല്ലാത്ത എക്സാമുകൾ എഴുതും. അവിടെയൊക്കെ കിട്ടുന്ന മാർക്കുകൾ, ആ മാർക്കുകൾ അല്ലെങ്കിൽ ആ റാങ്കുകൾ അതൊക്കെ ചെറിയ ചെറിയ നേട്ടങ്ങളാണ് ആണെങ്കിൽ പോലും നമ്മൾ വലിയ രീതിയിൽ അതിനെ കാണാനും മറ്റുള്ളവരോട് പറയാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും അതൊക്കെ അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും വലുതായി തോന്നുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർ അതിലും വലുത് നേടിയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ചെറിയ നേട്ടത്തെ പറ്റി സംസാരിക്കുക? ഇങ്ങനെയൊന്നും ചിന്തിക്കുകയരുത്. അഭിമാനത്തോടെ, എന്നാൽ തെല്ലും അഹങ്കാരമില്ലാത്ത രീതിയിൽ നമ്മുടെ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങളും വലിയതായി കണ്ടുകൊണ്ട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് സ്വയം പ്രചോദിപ്പിച്ചും മറ്റുള്ളവരെ പ്രചോദിപ്പിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വിജയം നിങ്ങളെ തേടി വരും.